at the school led by independent youth presented technology masters by begins holding the school flag. House flags are held by leaders of houses. The school band is leading the march past, which is followed by the students of Gandhi House led by Uni Krishnan. Gandhi House is followed by Nehru House led by Shantanu. Nehru House is followed by Tagore House led by Dilip Das. Tagore House is followed by Subhash House led by Abhishek S. അധ്യക്ഷൻ ഈ സ്കൂൾ മാനേജർ ശ്രീ ലാവൻയ രമേശുള്ള ആദരണീയനായ ഇന്ന് നമ്മുടെ സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷികമാണ്. ഈ വാർഷികത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനായ നമ്മുടെ സ്കൂൾ മാനേജർ എസ് രമേശുള്ള പതാക ഉയർത്തി 2 ദിവസത്തെ പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം ഉള്ളതുകൊണ്ടാണ് ഈ ടീച്ചിങ്ങിലും നോൺ ടീച്ചിങ്ങിലും ഒക്കെ സമർത്ഥരായ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ വിദ്യാഭ്യാസം നടത്തി വരുന്നത്. ഈ ദിവസം ഇന്ന് നമ്മുടെ നാട്ടില് ഈ സംസ്ഥാനത്തൊട്ടാകെ കൂലങ്കഷമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വിദ്യാഭ്യാസത്തെപ്പറ്റി മുക്കിലും മൂലയ്ക്കും വിദ്യാഭ്യാസത്തിലെ ഈ കൈക്കൂലി അഴിമതി അതുപോലെ തന്നെ സ്വതന്ത്രതൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യുന്ന ഒരു വിദ്യാലയമാണ് ഈ MNPM സെൻട്രൽ സ്കൂൾ. അതിന്റെ മഹത്വം ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ സ്കൂള് ഞങ്ങളുടെ മാനേജ്മെന്റിലുള്ള സ്കൂളിനെ പറ്റി ഞങ്ങൾ പ്രകീർത്തിക്കുന്നത് ശരിയല്ലാത്തതുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ആ ചിട്ടയോടുകൂടി നമ്മുടെ ബഹുമാനായ പ്രിൻസിപ്പള് തീർച്ചയായിട്ടും അതിന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വിദ്യാഭ്യാസം. അതുപോലെ നമ്മൾ അധ്യാപകരെ എത്രയായിട്ട് പ്രശംസിച്ചാലും മതിയാവത്തില്ല. പിന്നെ രക്ഷകർത്താക്കള് അത് മനസ്സിലാക്കുമെന്നതാണ് എന്റെ വിശ്വാസം. വിദ്യാർത്ഥികളുടെ പഠനം കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അവരുടെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വിദ്യാഭ്യാസം ഇത്രയും കൂടെ 100% റിസൾട്ടാണ്, ഏറ്റവും വലിയ റിസൾട്ടാണ് നമ്മുടെ സ്കൂളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തൊട്ടാകെ വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതലായിട്ട് ചർച്ച നടത്തിക്കുന്ന ഒരു അവസരമാണ്. വിദ്യാഭ്യാസം നിലവാരങ്ങൾ താഴ്ന്നു പോയിട്ടുണ്ടെന്നാണ് ചില ആളുകൾ പറയുന്നത്. വിദ്യാഭ്യാസം ഉയർന്നിട്ടുണ്ടെന്ന് ചില ആൾക്കാർ താർക്കിക വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ പഴയ വിദ്യാഭ്യാസ മൂല്യങ്ങളിന്ന് ഇല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം ഒരു കച്ചവടമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം കച്ചവടമായ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മാനേജ്മെന്റിലുള്ള ഈ വിദ്യാഭ്യാസം ഒരു കച്ചവടമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊരു പൈസ ഡൊണേഷൻ മേടിക്കുന്നില്ല, അധ്യാപകരുടെ നിന്ന് മേടിക്കുന്നില്ല, വിദ്യാർത്ഥികളുടെ നിന്ന് മേടിക്കുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ചെലവാകുന്ന പൈസ മറ്റു രീതിയിൽ ഞങ്ങളുടെ വ്യവസായത്തിൽ നിന്ന് എടുത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിരിക്കും. അതുകൊണ്ട് എത്ര കാലം ഇത് പിടിച്ചു വയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ശ്രമം. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളെയൊക്കെ ഇതൊക്കെ ആക്കിയ ഞങ്ങളുടെ പിതാവ്
ശ്രീ നാരായണമുള്ള അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുകയും ഈ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക്, പാവപ്പെട്ട വീടുകളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യിച്ച് ഏറ്റവും വലിയ രീതിയിൽ ഈ നാടിന്റെ അഭിമാനമായിട്ട് മാറി അവരെ ഏറ്റവും വലിയ ഉയർന്ന നിലവാരത്തിൽ ഈ രാജ്യം, നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും പോയി അവരുടെ ജീവിതമാർഗങ്ങൾ, അവരുടെ കുടുംബ മാഹാത്മ്യങ്ങൾ, അവരുടെ ജീവിക്കുന്നതിന് വേണ്ടി സ്വയം കാലുറപ്പിച്ചു നിർത്തുന്നതിനുള്ള ഒരു ശ്രമപരമായിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വിദ്യാഭ്യാസത്തെ കാണുന്നത്. വിദ്യാഭ്യാസം ഒരിക്കലും കച്ചവടമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഒട്ടാകെ അതിനെപ്പറ്റി സമ്പാദനങ്ങൾ നടക്കുകയാണ്. ഈ സമ്പാദനങ്ങളിൽ ഒരിക്കലും ഞങ്ങൾ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ശാസ്ത്രം ഇവിടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പരിശ്രമപരമായിട്ട് ഈ വിദ്യാലയത്തിലെ ഒരു മാതൃകാ വിദ്യാലയമായിട്ട് വളർത്താൻ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഉദ്ഘാടനത്തിനേറ്റിരുന്ന ബഹുമാനായ മോഹൻ സാർ, നമ്മുടെ ആദ്യം അദ്ദേഹത്തിന് വളരെ കൂടുതൽ നടക്കാൻ വയ്യാത്ത രീതിയിലുള്ള പനി ബാധിച്ച് കിടപ്പായതുകൊണ്ടാണ് വരാൻ കഴിയാത്തതെന്ന് പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ ആശംസകളും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഈ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമയത്ത് പങ്കെടുത്തിരിക്കുന്നത്. അഭിമാനമുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഞങ്ങളൊക്കെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഞങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ ഈ നാട് അംഗീകരിക്കുന്ന ചവറ വിജയൻ സാറ് മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ വളരെ അഭിമാനത്തോട് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാരണവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹം ഞങ്ങളല്ലാതെ ഒരു വിശിഷ്ട ഇവിടെ എത്തിയിരിക്കുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 2 ദിവസത്തെ ഈ അത്ലറ്റിക് മീറ്റും മറ്റ് കലാ മത്സരങ്ങളും ഒക്കെ ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും തോൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ആവേശം പകരുന്ന രീതിയിൽ മത്സരം നടക്കണം. ഈ തോൽക്കുന്നവർ അടുത്ത പ്രാവശ്യം ജയിക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ജയിക്കുന്ന ഒരു അമിതാഘോഷമില്ലാതെ, അമിത സന്തോഷമില്ലാതെ വീണ്ടും വീണ്ടും ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ യശസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന രക്ഷകർത്താക്കളോടും നാട്ടുകാരുടെയും അധ്യാപകരുടെയും പ്രധാനാധ്യാപകരുടെയും എല്ലാവരുടെയും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ജ്യോതിഷത്തിന് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശ്രമിക്കുന്നു. ഈ വാർഷിക ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ വാർഷിക മത്സരങ്ങൾ നടക്കാറുണ്ട്. ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഈ സ്കൂളിലെ തന്നെ അധ്യാപകരും പ്രിൻസിപ്പലിലൂടെ ചേർന്ന് വിദ്യാർത്ഥികളുടെ കലാകായിക മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. തികച്ചും സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. പഠിത്തത്തിനോടൊപ്പം തന്നെ, വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഇത്തരം കലാകായിക മത്സരങ്ങൾക്ക് വേദിയാകുന്നതും അതിൽ ഭാഗമാക്കാനും നിങ്ങൾക്ക് കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണെന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസ കാലഘട്ടമാണ് നമ്മുടെയൊക്കെ ഒരു സുവർണ കാലഘട്ടം. ഇത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി പഠിച്ചിരുന്നത് കോളേജുകളിലാണ്. ആ പ്രീ ഡിഗ്രി വരെ ഇപ്പോൾ ഈ സ്കൂളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജീവിതത്തിലെ മുഖ്യധാര, അതായത് ഏതെല്ലാം തരത്തിൽ പോകണം എന്ന് നിശ്ചയിക്കുന്ന രീതി വരെ ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നേരത്തെ നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികൻ, നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗം ഇന്ന് കുലുഷിതമായ രംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥിതി മെഡിസിനായാലും എഞ്ചിനീയറിംഗിനായാലും മറ്റിതര പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ ആയാൽ തന്നെ ഇന്ന് കേരളത്തിൽ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു സത്യം. അതിനു വേണ്ടുന്ന പശ്ചാത്തല സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ ഒരുപക്ഷെ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിലൊട്ടേറെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പോകാതെ തന്നെ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ പഠിക്കാൻ, മികച്ച വിദ്യാഭ്യാസത്തോടുകൂടി പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുതയും സത്യവും. ഇത്തരം കലാകായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന ആർജവവും ഊർജവും കാണിക്കുന്നത് പോലെ തന്നെ
ഒരുപക്ഷെ ഇന്ന് 12ാം ക്ലാസ്സിലെ പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ മാർച്ച് 1-ാം തീയതി നിങ്ങളുടെ ബോർഡ് എക്സാം തുടങ്ങുകയാണ്. 12ാം ക്ലാസ്സുകാർ. ഈ സ്കൂളിന് ഒരു ഉന്നത നിലവാരം പുലർത്തി CBSE ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം എന്നുള്ളതാണ് അഭിമാനാർഹം. ഇതിനോടൊപ്പം തന്നെ നമ്മൾക്കൊക്കെ അഭിമാനിക്കാൻ കഴിയും. അതിന് പറ്റിയ ഒരുപക്ഷെ നിങ്ങളുടെ പ്രിൻസിപ്പൽ അതിന് സർവ്വതാ യോഗ്യ, നിങ്ങളെ അതിനെ സന്നദ്ധമാക്കുന്നതിനും അത് പഠിപ്പിക്കുന്നതിനും അതിന് പറ്റിയ അധ്യാപകർ ഇവിടെയുണ്ട്. പക്ഷെ നമ്മൾ അതെത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ കലാകായിക മത്സരത്തിൽ കാണിക്കുന്ന ഉണർവും ആർജവും അതിന്റെ ഉശിരും ചൂടും വാശിയും ഒക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കൂടി അടുത്ത 12ാം ക്ലാസ്സിൽ ഇപ്പം ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിന്റെ SS ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ എമ്പാടും വർദ്ധിപ്പിക്കത്തക്കവണ്ണം ഒരു ഉന്നത സ്ഥാനം വാങ്ങി അതുകൂടി നിർവഹിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളെ, ഈ കലാകായിക മത്സരങ്ങൾ പങ്കെടുക്കുന്ന മുഴുവൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ തോൽവിയും പരാജയവുമല്ല, പങ്കെടുക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചാരിതാർത്ഥ്യം ഉളവാക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇതിന് സജ്ജരാക്കിയ ഇതിന്റെ മുഖ്യ രക്ഷാധികാരി എന്ന് തന്നെ വേണം നിങ്ങളുടെ പ്രിൻസിപ്പലിനെ പറയാൻ. അതിനോടൊപ്പം ആ മുഖ്യ രക്ഷാധികാരിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ സാറുമാർ ഇത്രയധികം കഠിനാധ്വാനം നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം ഇവരെ ഇത്തരം കലാകായിക മത്സരങ്ങൾ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മത്സര ബുദ്ധിയോട് തന്നെ ഇവരെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന പ്രേരിപ്പിച്ച ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അടുത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളെയെല്ലാം ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്നു ചേർന്നതാണ്. ഇത് കായിക വികാസത്തിന്റെ കാലഘട്ടമാണ്. നിങ്ങളിവിടെ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ കായികമായ കഴിവുകൾ അവ എത്രമാത്രം ഫലപ്രദമായി തീർന്നാലും ഇല്ലെങ്കിലും അതിലൊന്നും നിങ്ങൾ നിരാശപ്പെടരുത്. മത്സരമാണ് നമ്മുടെ ലക്ഷ്യം. വിജയം എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പരാജയപ്പെടുമ്പോൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും. അങ്ങനെ ദുഃഖിക്കുന്നവന് ഭാവിയില്ല എന്നുള്ളതാണ് വസ്തുത. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കും എന്ന പ്രതിജ്ഞയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് വിജയത്തിന്റെ അത്യുന്നത ശൃംഖത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റേതൊരു രംഗത്തേക്കാളും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ശ്രേഷ്ഠന്മാരായ ആളുകൾ. സച്ചിനെ പോലെയുള്ള ക്രിക്കറ്റ് താരങ്ങൾക്കും മറ്റും ലഭിക്കുന്ന വൻ പ്രതിഫലത്തുകളെ പറ്റി ചിന്തിക്കുമ്പോൾ നാം അമ്പരന്നു പോകും. അത്രമാത്രം ജനങ്ങളുടെ പ്രോത്സാഹനവും ഉത്തേജനവും ഏറ്റുകൊണ്ടാണ് കായിക താരങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഭിമന്യരായ ഇതിന്റെ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. The students of MNBM Central School. The students of MNBM Central School. Hereby affirm and swear that. Hereby affirm and swear that. We shall participate in. We shall participate in. 16th annual athletic meet of. 16th annual athletic meet of. MNBM Central School. MNBM Central School. In true sportsman spirit. In true sportsman spirit. And enthusiasm. And enthusiasm. We shall abide by. We shall abide by. All rules and regulations. All rules and regulations. Of the competition. Of the competition. Upholding. Upholding. The dignity of the school. The dignity of the school. And honor of sports. And honor of sports.